Okay. നമ്മള് ലാസ്റ്റ് ക്ലാസ്സില് പഠിച്ചത് ഫിംഗേഴ്സ് ഉപയോഗിച്ച് ഓരോ ഫിംഗറും ഓരോ ക്ലിക്ക് ചെയ്യുന്നതിന്റെ വിധത്തെ കുറിച്ചുള്ള മൗസിനെ കുറിച്ചല്ലേ പഠിച്ചോണ്ടിരുന്നേ അല്ലേ? ഓക്കെ. സോ ഞാൻ അന്ന് നിങ്ങളെ കാണിച്ചു തന്ന വിച്ച് ഫിംഗർ ഇസ് ദിസ്? Which Biona Kutti, please look here, Biona. Which finger is this? Thumb. Okay, which finger is this? This finger ne പേര് എന്തായിരുന്നു? Pointing finger or index finger. സൂചിപ്പിക്കാൻ വേണ്ടി ഒന്നിനെ ഇങ്ങനെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിട്ട് അല്ലേ? Okay, next this one is middle finger. Show me your middle finger. Okay, Muhammad Muktasim. Sarah Maria, please show me your middle finger. Sarah Kutti stuck ആണ്. Fatima Kayam, show me your middle finger. Fatima എല്ലാ ഫിംഗറും കൂടെ കാണിക്കുന്നുണ്ടോ? Middle finger. Okay. Then this finger is ring finger and this is a small finger. Okay. നിങ്ങൾ പേജ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിന്റെ പേജ് നമ്പർ 34 എടുത്തേ. പേജ് 34. ഓക്കെ. നമ്മൾ ഇത് കഴിഞ്ഞ ആഴ്ച പഠിച്ചാണ് ഇത്ര അല്ലേ? ഇതെന്തൊക്കെ എങ്ങനെയാ പിടിക്കേണ്ടതെന്നൊക്കെ ചിത്രത്തിൽ നോക്കിക്കാൻ പേജ് നമ്പർ 34 താഴത്തെ പിക്ചറിൽ കാണിച്ച് നമ്മുടെ ഫിംഗർ എങ്ങനെ വെക്കണം എന്നുള്ളത് അല്ലേ? ഈ കൈ നമ്മള് എപ്പോഴും ഇങ്ങനെ റൈറ്റിൽ വെക്കണം, ലെഫ്റ്റിൽ വെക്കണം. അത് ചിത്രത്തിൽ നോക്കി ഇങ്ങനെ. ഇനി നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് ആണെങ്കിൽ അടുത്ത കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുക എഴുതുകയും ചെയ്യുന്ന ചില ആൾക്കാരുണ്ട് അല്ലേ? ലെഫ്റ്റ് ഹാൻഡഡ് പേഴ്സൺ. അപ്പൊ അവരുടെ എങ്ങനെയാണ് അവര് തിരിച്ചു പിടിക്കും. നമ്മൾ നോക്കി രണ്ട് ചിത്രത്തിലും നോക്കിക്കേ. ഓക്കെ. നെക്സ്റ്റ് പേജ് നമ്പർ 35 എടുക്ക. ഡു യു ഹാവ് പെൻസിൽ വിത്ത് യു? പെൻസിൽ ഉണ്ടോ? ടേക്ക് പേജ് നമ്പർ 35. fill in the blanks. കണ്ടോ? നിവേദി കുട്ടി സ്റ്റക്ക് ഒന്നും അല്ലല്ലോ? കേൾക്കുന്നില്ലേ മിസ് പറയുന്നേ? നിവേദി മോളെ കേൾക്കുന്നുണ്ടോ? Okay. Take a page number 35 and take a pencil and fill in the blanks. The dash helps us to draw pictures on computer. നമ്മൾ ഇത് എഴുതിയായിരുന്നോ അന്ന്? എഴുതിയായിരുന്നോ? ഇല്ല, എഴുതിയില്ല അല്ലേ? Okay. The dash help us to draw pictures on computer. First letter M and there one letter is given S also. What is that? Mouse. What is spelling of mouse? M-O-U-S-E. Okay. If elders are sitting near you, please help them to please ask their help. Here, Salman, did you write the spelling of mouse? Mouse in the spelling എഴുതിയ മുത്തേ? Page number 35. കുഞ്ഞിന്റെ അമ്മ എന്ത് ചെയ്യ? അമ്മ, where is your mother? ഓക്കെ. പ്ലീസ് ഹെൽപ്പ് യു. അവനെ ഒന്ന് സഹായിച്ച് എഴുതാനാ മൗസിന്. MOUSE മൗസ്. സൽമാൻ നാസറിനെ ഒന്ന് ഹെൽപ്പ് ചെയ്യണേ. അവിടെയുള്ള ആളാരാണോ? ബ്രദർ ആണോ? എഴുതിയ മുത്തേ മൗസ്? ബിയോണ മോളെ എഴുതിയോടെ ഏക്കറെ? ആൻഡ്രോസ, ഡിഡ് യു റൈറ്റ്? ഓക്കെ. സം ലെറ്റേഴ്സ് ആർ ഗിവൻ ദർ. അതിൽ ചില അക്ഷരങ്ങൾ തന്നിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കണേ. നെക്സ്റ്റ് സൽമാൻ മോനെ എഴുതിയോടെ ഏക്കറെ? മൗസ് എഴുതിയോ? ഓക്കെ. സെക്കൻഡ് വൺ മോനെ എഴുതിയില്ലേ? സൽമാൻ കുഞ്ഞ് എഴുതിയില്ലേ മുത്തേ? കോൾ യുവർ മമ്മി. വെർ ഇസ് യുവർ മദർ ഓർ എനിബഡി? ആരെങ്കിലും ഒന്ന് സഹായിക്കുക, കുഞ്ഞിനെ ഒന്ന് കാണിച്ചു കൊടുക്ക എഴുതേണ്ടത്. മൗസ്, MOUSE മൗസ്. ഷഹബ്ര എഴുതിയ മോളെ? ഷഹബ്ര കംപ്ലീറ്റഡ്. നിവേദ്യ, ഫാത്തിമ KM, അമാൻ മാധവ്. അമാൻ, did you write, my dear boy? Hello, did you write? Okay, good. Okay, second question. We should keep the mouse on a mouse dash. Only 3 letters are there. 1 letter is given there. Last letter is D. So, what is that, you know? Pad. PAD.
D, pad. Right. P, A, D is given there already. P, A, G arrows completed. Very good. Next, Nia Das, did you write? Very good girl. Okay, we'll go to the next one, third one. While holding the mouse, your dash should be on one side of the mouse. നമ്മൾ മൗസ് പിടിക്കുമ്പോൾ നമ്മളുടെ ഏത് വിരലാണ് ഒരു സൈഡിൽ വരേണ്ടത് നോക്കിക്കേ. ഫസ്റ്റ് ലെറ്റർ ടി ആണ്. ടിയും ഉണ്ട്, എമ്മും ഉണ്ട്, ബിയും ഉണ്ട്. അപ്പൊ ഏത് ഫിംഗർ ആണ്? ആർക്കറിയാവുന്നേ? Who knows? Thumb. Which finger? This finger, thumb. Okay. What is spelling of thumb? T. T is already given there. Okay. H U M B. T H U M B. Thumb. Abel completed. Abel Matthew. Okay. Good. Savio completed. Very good. Biona, did you write? Biona, did you write? Okay, very good. So third one is thumb, and fourth one, the dash and the middle fingers help us to click on the mouse. അവിടെ ഒരു ഇൻഡു മാർക്ക് ആണ്. അപ്പം ഇവിടെ I തന്നിട്ടുണ്ട്, X തന്നിട്ടുണ്ട്. The dash and middle fingers help us to click on the mouse. എന്തായിരിക്കും? ഫസ്റ്റ് ലെറ്റർ ഈസ് I and last letter is X. ഇവിടെ നോക്കിക്കേ, ഏത് ഫിംഗറിന്റെ പേരാണ് ഐയും എക്സും ഒക്കെ ഉള്ളത്? This finger. Which finger is this? Pointing finger or index finger, isn't it? So നമ്മൾ ഒരാളെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിട്ട് അല്ലേ, ഇൻഡെക്സ് ഫിംഗർ. അപ്പൊ സ്പെല്ലിംഗ് I തന്നിട്ടുണ്ട്, N D E, X ഓൾറെഡി എവിടെ ഉണ്ട്, ഇൻഡെക്സ് ഫിംഗർ. നിങ്ങൾക്ക് സ്പെല്ലിംഗ് അറിയില്ലെങ്കിൽ അപ്പുറത്തെ സൈഡിൽ നമ്മുടെ ഫിംഗേഴ്സ് ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ ചിത്രത്തിൽ നോക്കി എഴുതാം. ആൻഡ് റോസ് സ്റ്റക്കാണോ മൊത്തം? Completed all of you? Did everybody complete? As those who completed, please raise the hand. Complete ചെയ്തവരൊന്ന് കൈ പൊക്കിക്കെ കാണട്ടെ മിസ്. Savia completed. Okay. ഇവിടെ എല്ലാരും കംപ്ലീറ്റ് ചെയ്തോ? കൈ പൊക്കാത്ത ആരെങ്കിലും ഉണ്ടോ നോക്കട്ടെ. അയാൻ വിജേഷ് completed or not? ദേവാങ് കംപ്ലീറ്റഡ്. ദേവാങ് വല്ലതും കേൾക്കുന്നുണ്ടോ? ദേവാങ്കെ ഞാനൊരു കാര്യം ചോദിക്കാൻ പറ്റും. ദേവാങ് എന്തുകൊണ്ട് കമ്പ്യൂട്ടർ പരീക്ഷ എഴുതിയില്ല മുത്തേ? ഒരു മിനിറ്റ്, എവിടെ പോയി എന്റെ ദേവാങ്ക്? പോയാ? ഒരു മിനിറ്റ് ദേവാങ്കെ. ദേവാങ്ക് ഒന്ന് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുമോ? ഒന്ന് അൺമ്യൂട്ട് ചെയ്യാവോ? മോൻ എന്താ പരീക്ഷ എഴുതാഞ്ഞ കമ്പ്യൂട്ടറിന്റെ? എപ്പ എഴുതി? ഇവിടെ കമ്പ്യൂട്ടറിൽ കിട്ടിയില്ലല്ലോ. ദേവാങ്ക് എന്നുള്ള പേരിലല്ലേ കയറിയത്? ഇല്ല, കമ്പ്യൂട്ടറിൽ ഇല്ല. അത് നേരെ കമ്പ്യൂട്ടറിലേക്ക് വന്നിട്ടില്ല. ഓക്കെ, ലീവ് ഇറ്റ്. ശരി ശരി ശരി. പരീക്ഷ ഓക്കെ ഓക്കെ ശരി. ഓക്കെ, കംപ്ലീറ്റഡ്. അപ്പൊ ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നിങ്ങളുടെ ആൻസേഴ്സ് ഒക്കെ. ഓൾ ഓഫ് യു പ്ലീസ് ചെക്ക് യുവർ ആൻസേഴ്സ്. ഫസ്റ്റ് വൺ ഈസ് മൗസ്, സെക്കൻഡ് വൺ ഈസ് പാഡ്, തേർഡ് വൺ ഈസ് തമ്പ്, ആൻഡ് ഫോർത്ത് വൺ ഈസ് ഇൻഡെക്സ്. ഓക്കെ, എല്ലാം കറക്റ്റ് അല്ലേ? പേരൻസ് അടുത്തുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യണേ. അതാരാ സംസാരിക്കുന്നയാളെ അതിനിടയ്ക്ക് ഇവിടെ? ഓക്കെ, പേരൻസ് എൽഡേഴ്സ് അടുത്തുള്ളവർ ഒന്ന് ചെക്ക് ചെയ്യണം മക്കളുടെ സ്പെല്ലിംഗ് കറക്റ്റ് ആണോ എന്ന്. നമ്മൾ അടുത്ത ഇതിലേക്ക് പോവുകയാണ് കേട്ടോ. ഡിഫറെന്റ് മൗസ് ആക്ഷൻസ്.
മക്കളെ നിങ്ങള് നോക്കിക്കേ, ടീച്ചർ മൗസ് കാണിക്കാൻ. ടീച്ചറിന്റെ കമ്പ്യൂട്ടറിന്റെ മൗസ് ഇതാണ് മൗസ് അല്ലേ? ഞാൻ അന്ന് കാണിച്ചെന്താണ്? എല്ലാവരും ഒന്ന് നോക്കണേ. നിങ്ങളുടെ വീട്ടിൽ കമ്പ്യൂട്ടർ ഉണ്ടായിരിക്കും, മൗസും ഉണ്ടായിരിക്കും. അല്ലാത്തവരും എല്ലാം ഒന്ന് നോക്കുക. ദിസ് ഈസ് മൗസ്. And see this, here one part is there, here one is there, and here one more part is there. 3 parts are there. Right button, left button, and scroll button. നമ്മൾ ഇത് പഠിച്ചതാണ് അല്ലേ? റൈറ്റും ലെഫ്റ്റും സ്ക്രോളും. അപ്പൊ നമ്മൾ ചില ആവശ്യങ്ങൾക്ക് ഈ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യും. ബട്ട് ഫോർ സം അതർ യൂസസ് വി വിൽ ക്ലിക്ക് ഓൺ ദി ലെഫ്റ്റ് ബട്ടൺ. ആൻഡ് ഫോർ സം പർപ്പസസ് താഴോട്ടും മുകളിലോട്ടും ഒക്കെ വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ നടുക്കുള്ള ഈ സ്മോൾ ഒരു വീല് പോലെയുള്ള കുഞ്ഞൊരു ബട്ടൺ ഉണ്ട്, വേറെ ഇങ്ങനെ കറങ്ങുന്നേ, തിരിക്കാൻ പറ്റുന്നത്. അത് സ്ക്രോൾ ചെയ്യാൻ വേണ്ടിട്ട് ഉപയോഗിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഓരോ എന്ത് ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നതെന്ന് ഇതിനെ നമ്മളിങ്ങനെ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുന്നതിന് നമ്മൾ പറയുന്നത് ക്ലിക്ക് എന്ന് പറയുന്നത്, ഒന്ന് ഞെക്കുന്നതിന്. ഇതിന്റെ റൈറ്റോ ലെഫ്റ്റോ എവിടെയാണെങ്കിലും ഒന്ന് ഞെക്കുന്നതിന് എന്താ പറയുന്നത്? ക്ലിക്ക്. എന്താ പറയുന്നത്? ക്ലിക്ക്. ഓക്കെ, when we press a mouse button we hear a click sound. എന്തുകൊണ്ടാണ് അതിനെ ക്ലിക്ക് എന്ന് പറയുന്നത്? നമ്മളൊന്ന് ഇങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്ത് അതിനൊരു സൗണ്ട് വരും. ഓക്കെ, ആരുടെങ്കിലും വീട്ടിൽ മൗസ് ഉണ്ടെങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിക്കേ, സൗണ്ട് വരുന്നുണ്ടോന്ന്. ആരുടെ വീട്ടിലെ മൗസ് ഉള്ളേ? ഒന്ന് ക്ലിക്ക് ചെയ്തേ. ഇത് മിസ്സിന്റെ ഇത്, പക്ഷെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമോ എന്ന് അറിയില്ല. സൈലന്റ് ആയിട്ട് ശ്രദ്ധിച്ചാ കേൾക്കാൻ ചിലപ്പം. എന്തെങ്കിലും സൗണ്ട് കേട്ടോ? മിസ് ഇവിടെ ക്ലിക്ക് ചെയ്തായിരുന്നു, എന്തെങ്കിലും കേട്ടോ? ചിലവര് കേട്ടു, ചിലവര് കേട്ടില്ല അല്ലെ? ഓക്കെ ഓക്കെ, ക്ലിക്ക്. And this is called clicking the mouse. Single click, double click, and drag and drop are different mouse actions. So നമ്മൾ ചില ആവശ്യങ്ങൾക്ക് one time we will click. ഒരു തവണ ക്ലിക്ക് ചെയ്യും. That is known as a single click. Single means only one. Then for some purposes we will click 2 times. Page number 35 ആണ്. Okay. So ചില ആവശ്യങ്ങൾക്ക് നമ്മൾ മൗസ് 2 തവണ ക്ലിക്ക് ചെയ്യേണ്ടതായിട്ട് വരും. That is known as double click. Double means what? How many? Double എന്ന് പറയുമ്പോൾ എത്രയാണ്? 2. Double എന്ന് പറയുമ്പോൾ 2. Single means 1. Okay, single means 1, double means 2. So sometimes we will click 1 time, that is single click. Sometimes we will click 2 times, twice. That is known as double click. Okay. ഇനി ചില സമയത്ത് നമ്മൾ ഈ പറഞ്ഞ ഞാൻ കാണിച്ചാൽ ഈ നടുക്കുള്ള സാധനമില്ലേ, ഇത് ഒരു കാണുന്നുണ്ടോ നിങ്ങള്? അതിങ്ങനെ സ്ക്രോൾ ഇത് ചെയ്യും, അതിനൊട്ടും. പിന്നെ ചില സമയത്ത് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് വിടുവില്ല, എന്നിട്ട് ഇങ്ങനെ വലിച്ചു കൊണ്ടുവരും താഴോട്ടോ മുകളിലോട്ടോ സൈഡിലേക്കോ എവിടെയെങ്കിലും. അപ്പം എന്തെങ്കിലും നമുക്ക് എടുക്കാനുണ്ട്, നമ്മള് ക്ലിക്ക് ചെയ്തിട്ട് വലിച്ചു കൊണ്ടുവരും, അതിന് എന്നിട്ട് താഴെ കൊണ്ടുവെക്കും. അതിന് ചിലപ്പോൾ സ്ഥാനം മാറ്റാൻ വേണ്ടി ഒരു സ്ഥലത്തിരിക്കുന്ന ഐക്കോണിനെ വേറെ സ്ഥലത്തോട്ട് മാറ്റാൻ വേണ്ടിട്ടൊക്കെ ആയിരിക്കും. ദാറ്റ് ഈസ് നോൺ ആസ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ്. വലിച്ചു കൊണ്ടുവന്നിട്ട് താഴെ കൊണ്ടുവെക്കുന്നതിന് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് എന്ന് പറയുന്നത്. കേട്ടോ? ഈ ഫാത്തിമ കയ്യം, പ്ലീസ് സിറ്റ് ഓൺ യുവർ സീറ്റ്. എഴുന്നേറ്റ് പോവല്ലേ. ക്ലാസ്സിൽ കറക്റ്റ് ആയിട്ട് ഇരിക്കുന്ന മക്കൾക്ക് ലാസ്റ്റ് മിസ് ഒരു സമ്മാനം തരും. എഴുന്നേറ്റ് പോകുന്നവർക്കും ഉറക്കം തൂങ്ങുന്നവർക്കും ഒന്നും ഇല്ല. ഉറക്കം വരാൻ തുടങ്ങിയോ? ഡു യു ഫീൽ സ്ലീപ്പി? ആർ യു സ്ലീപ്പിംഗ്? ആർ യു സ്ലീപ്പിംഗ്? നോ. Okay, we will give a rocket clap. Shall we? Shall we? Okay, please stand up. All of you stand up from your seat. All stand, please. Sarah, Maria, Devang. Then who else? Alan Joseph. Again, who else? Please stand up fastly. Ryan. Andros Denny and all is not seeing at all. And Vida, Nia, Dishit, and all, please stand up. Start. Ready? 1, 2, 3, start. 1, 2, 1, 2, 3. 1, 2, 1, 2, 3. Salman, please stand up, my dear. Do.
അയ്യോ എല്ലാവരും ചെയ്യുമ്പോ കുഞ്ഞു മാത്രം എന്താ ഇരിക്കുന്നേ? 1 2 1 2 3 റോക്കറ്റ് പോട്ടെ. 1 2 1 2 3 and finally how? 1 2 1 2 3 rocket has gone to all sides, 4 sides. 4 സൈഡിലേക്ക് റോക്കറ്റ് പോയി അല്ലേ? Okay. Okay, please stand up. Stand up. Sit down, all of you. Stand up. Sit down. പറയുമ്പോഴായിരിക്കണം സ്പീഡ് ആയിട്ടിരിക്കണം കേട്ടോ. Stand up. Sit down. Sit down. Someone standing. Okay. സ്ലീപ്പ് ഒക്കെ പോയില്ലേ? ഉറക്കമൊക്കെ പോയില്ലേ? നമുക്കൊക്കെ തുടങ്ങാം. ബാക്കി കണ്ടിന്യൂ പഠിക്കാം. ഉറക്കം പോയില്ലേ? ഓക്കെ. സോ 1 ക്ലിക്ക് അതായത് സിംഗിൾ ക്ലിക്ക്, പിന്നെ ഡബിൾ ക്ലിക്ക് അതായത് 2 ക്ലിക്ക്, 2 ക്ലിക്ക് ചെയ്യുന്നത്. ഇനിയാണ് ഡ്രോപ്പ് ആൻഡ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് വിടാതെ വലിച്ചു താഴെ കൊണ്ടുവന്ന അല്ലെങ്കിൽ സൈഡിലോട്ടോ മേലിലോട്ടോ അതിന്റെ എങ്ങോട്ട് വേണേലും പൊസിഷൻ വി ക്യാൻ ചേഞ്ച്. ഇപ്പൊ സപ്പോസ് വലത് സൈഡിൽ ഇരിക്കുന്നതിനെ വലിച്ചുകൊണ്ട് അപ്പുറത്ത് കൊണ്ട് വെക്കാൻ പറ്റും. ഇവിടെ ശ്രദ്ധിക്കണം, ക്ലാസ് എടുക്കുന്ന സമയത്ത് നോ മോർ ഡിസ്കഷൻസ് വിത്ത് ഫാമിലി മെമ്പേഴ്സ്. ക്ലാസിന്റെ സമയത്ത് ക്ലാസ്. ഓക്കെ. Next, this is called single click, double click, and drag and drop are different mouse actions. What is single click? Pressing the left mouse button softly is called single click. Left mouse ഇടത് വശത്തുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന വൺ ടൈം ക്ലിക്ക് ചെയ്യുന്നത് നമ്മൾ സിംഗിൾ ക്ലിക്ക് എന്ന് പറയുന്നത്. When you single click on your mouse button, you will hear a click sound. ഒരു തവണ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു തവണ സൗണ്ട് കേൾക്കും. ഇനി ഡബിൾ ക്ലിക്ക്, താഴെ ചിത്രത്തിൽ നോക്കിക്കേ 35ല് സിംഗിൾ ക്ലിക്കിന് ഒരു ക്ലിക്ക്, ഡബിൾ ക്ലിക്കിന് ക്ലിക്ക് ക്ലിക്ക് 2 ക്ലിക്സ് ആർ ദർ. ചിന്തിച്ച ചിത്രം കണ്ടുന്നില്ലേ നിങ്ങള്? പേജ് നമ്പർ 35ലുള്ള 1 ക്ലിക്ക്, അവിടെ ഒരു ക്ലിക്കേ ഉള്ളൂ, സിംഗിൾ ക്ലിക്ക്. താഴത്തെ പിക്ചറോ ക്ലിക്ക് ക്ലിക്ക് 2 ക്ലിക്സ്. Okay, double click. Pressing the left mouse button twice quickly is called a double click. When you double click on your mouse button, you will hear 2 click sound. So when we click one single click, how many sound we will hear? Only one sound. If you click double click, how many sounds we will hear? 2 sounds. Double click ചെയ്യുമ്പോൾ എത്ര സൗണ്ട് കേൾക്കുന്നേ? 2 അല്ലേ? Okay. നമ്മൾ സ്കൂളിൽ വന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് എല്ലാം ക്ലിക്ക് ചെയ്യാൻ തരാം. സിംഗിൾ ക്ലിക്ക്, ഡബിൾ ക്ലിക്ക്, പിന്നെ നിങ്ങളെ കൊണ്ട് ഞാൻ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് എല്ലാം ചെയ്യിക്കും കേട്ടോ. അവിടെ മൗസ് ഉപയോഗിച്ച് എല്ലാം ഞാൻ ചെയ്യിക്കുവേ. ഓക്കെ. When I take photographs with my camera, it also make a click sound. നിങ്ങൾ ഇങ്ങനെ ക്ലിക്ക് സൗണ്ട് വേറെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ലേ? നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള മൊബൈലും കൊണ്ട് ഫോട്ടോ എടുക്കാറുണ്ടോ? ഓ, ഫാത്തിമക്കുട്ടിയൊക്കെ ചിരിക്കുന്നു. അമ്പോ, എപ്പോഴും എടുക്കാറുണ്ട് അല്ലേ? അപ്പൊ ഫോട്ടോ എടുക്കുമ്പോ സൗണ്ട് കേൾക്കാറുണ്ടോ? അയ്യോ, പാവങ്ങളൊന്നും അറിയില്ല, കൊച്ചു കള്ളന്മാരും കള്ളികളും അല്ലേ? മൊബൈലൊക്കെ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഇങ്ങനെ സൗണ്ട് കേൾക്കും അല്ലെ? പണ്ടൊക്കെ നിങ്ങൾ സ്റ്റുഡിയോയിലൊക്കെ പോയി ഫോട്ടോ എടുത്തിട്ടുണ്ട്? നിങ്ങൾ ആരെങ്കിലും എപ്പോഴെങ്കിലും സ്റ്റുഡിയോയിലൊക്കെ പോയി ഫോട്ടോ എടുത്തിട്ടുണ്ടോ? മൊബൈലിലല്ലാതെ. അപ്പൊ അവിടെ വലിയ സൗണ്ട് കേൾക്കും അല്ലെ? ഫോട്ടോ എടുക്കുമ്പം ഒരു ലൈറ്റും ഒക്കെ വരും, അപ്പൊ കണ്ണൊക്കെ അടഞ്ഞു പോകും. മൊബൈലിലാകുമ്പോ അത്രയും സൗണ്ട് ഇല്ല അല്ലെ? ഓക്കെ. സോ നമ്മുടെ ഈ മൗസിൽ മാത്രമല്ല സൗണ്ട് കേൾക്കുന്നത്, ക്ലിക്ക് സൗണ്ട് എവിടെ നിന്നും കേൾക്കും? ഫോട്ടോ എടുക്കുമ്പോ. മൊബൈലിൽ എടുത്താലും കേൾക്കും, ക്യാമറയിൽ എടുത്താലും കേൾക്കും. ക്യാമറയിലാകുമ്പോ കുറച്ചുകൂടെ വലിയ സൗണ്ട് കേൾക്കും. ഓക്കെ. നെക്സ്റ്റ് പേജ് നമ്പർ 36 എടുത്തോ. ദേവാങ് എന്താ അവിടെ ഡാൻസ് ഒക്കെ കളിക്കുന്നേ? നെക്സ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ്. എന്താ ഈ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് എന്ന് പറഞ്ഞാ മിസ് പറഞ്ഞേ?
ക്ലിക്ക് ചെയ്തിട്ട് വിടാതെ വലിച്ചു സ്ഥലം മാറ്റുന്നത്. ഇപ്പൊ ചിലപ്പോ ക്ലാസ്സിലേ ടീച്ചർ പറയല്ലേ, ഫോർ എക്സാമ്പിൾ റിച്ചാർഡിനെ കുറിച്ച് പറയാണേ. റിച്ചാർഡ് അവിടെ ഇരുന്ന് എന്തെങ്കിലും കുരുത്തക്കേട് കാണിക്കുമ്പോൾ റിച്ചാർഡിനെ മിസ് എങ്ങനെ വിളിക്കുന്നേ? റിച്ചാർഡ് പ്ലീസ് ഗെറ്റ് അപ്പ് ആൻഡ് മൂവ് യുവർ സീറ്റ് എന്ന് പറയാറുണ്ടായിരുന്നു അല്ലേ ലാസ്റ്റ് ഇയർ വെൻ റിച്ചാർഡ് വാസ് ഇൻ UKG ഇല്ല റിച്ചാർഡേ? അവിടെ എന്തെങ്കിലും കുരുത്തക്കേട് കാണിക്കോ എഴുന്നേറ്റ് നടക്കൊക്കെ ചെയ്യുമ്പോൾ പറയല്ലേ, ഇപ്പുറത്തെ കസേര വന്നിരുന്ന് ഇപ്പുറത്തെ ചെയറിൽ ഇരിക്കുന്നു പറയാറില്ലേ? സീറ്റ് മാറ്റാറുണ്ട് അല്ലേ? അപ്പൊ റിച്ചാർഡ് സാധാരണ വിളിക്കുമ്പോഴേ വേഗം വന്നിരിക്കും. പക്ഷെ ചില ആൾക്കാരോ വരൂല. അപ്പൊ ടീച്ചർ എന്ത് ചെയ്യും? പോയിട്ട് കയ്യെ പിടിച്ച് കൂട്ടി കൊണ്ടുവന്ന് ഇപ്പുറത്തെ സീറ്റിൽ ഇരുത്താറുണ്ടായിരുന്നു അല്ലേ? ആ അപ്പൊ ഇവിടെ ഇതുപോലെയാണ്. ഈ ഷഹബർ എന്താ പുസ്തകമാണോ തല വെച്ചേക്കുന്നേ? പൊന്നോ വയ്യ എനിക്ക്. പുസ്തകം ടേബിളിൽ വെക്കുമ്പത്തേ. ഓക്കെ, അപ്പൊ ഇതേപോലെ തന്നെ ഈ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് എന്ന് പറഞ്ഞാല് നമുക്ക് ഒരു ഐക്കോണിനെ ഒക്കെ വേറെ സ്ഥലത്തോട്ട് മാറ്റണമെങ്കിൽ, അതിന്റെ പൊസിഷൻ മാറ്റണമെങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് വിടൂല, വലിച്ചോണ്ട് പോകും. ടീച്ചർ കയ്യെ പിടിച്ച് വലിച്ചോണ്ട് പോകുന്ന പോലെ റിച്ചാർഡിന്റെ സീറ്റ് മാറ്റുമ്പം കയ്യെ പിടിച്ച് മാറ്റി അപ്പുറത്തെ സീറ്റിൽ കൊണ്ടുവന്ന. ഓർക്കുന്നുണ്ടോ നമ്മുടെ ജയാൻകുട്ടൻ കഴിഞ്ഞ വർഷം ലാസ്റ്റ് ഇയർ ഓർക്കുന്നുണ്ടോ ജയാൻ? അവനെ നമ്മൾ ക്ലാസ്സിൽ അങ്ങനെ ഉള്ളായിരുന്നോ? ഓക്കെ. അപ്പൊ കയ്യെ പിടിച്ച് വലിച്ചു കൂട്ടിക്കൊണ്ട് പോയിട്ട് ഇരുത്തും അല്ലെ? ലൈക്ക് ദാറ്റ് വേ ഹിയർ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ മൗസും കൊണ്ട് ക്ലിക്ക് ചെയ്തിട്ട് വലിച്ചു കൊണ്ടുപോയിട്ട് നമുക്കൊരു സീറ്റിൽ വേറെ എവിടെയാണോ കൊണ്ടേ ഐക്കോണിനെയോ അല്ലെങ്കിൽ എന്താ വെക്കേണ്ടതെന്ന് വെച്ചാൽ ആ ചിത്രത്തിനൊക്കെ മാറ്റി വെക്കുന്ന എന്നാണ്. You can also drag and drop an item on screen by following the steps. Hold the mouse and bring the mouse pointer on the item to be removed and single click on it. ഇപ്പൊ സപ്പോസ് ഇവിടെ ഒരു ചിത്രം ഉണ്ടെന്ന് വിചാരിക്കാം. ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാൻ നോക്കട്ടെ. പക്ഷെ ഇപ്പൊ സ്ക്രീൻ ഷെയർ ചെയ്ത സമയവും പോകുന്നു. എന്തെങ്കിലും ഓക്കെ, അടുത്ത ക്ലാസ്സിൽ അത് മിസ് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ ശരി, അടുത്ത ക്ലാസ്സിൽ സ്ക്രീൻ ഷെയർ ചെയ്ത് കാണിച്ചു തരാമേ. നമ്മളൊരു ചിത്രം എന്തെങ്കിലും എടുത്തിട്ട് അതിനെ വലിച്ച് ഇപ്പുറത്ത് കൊണ്ട് വെക്കുന്നതാണ് സംഭവം. അപ്പം അവിടെ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് അതായത് മൗസ് കൊണ്ടുപോയി വെച്ച് അതിന്റെ പോയിന്റർ ആരോ മാർക്ക് ഉണ്ട് മൗസിന്റെ അല്ലേ, അത് അവിടെ കൊണ്ടുവച്ച് ഏതാണോ നമ്മൾ എവിടെ നിന്നാണ് സെലക്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏത് ഐക്കോണോ എന്താണോ നമ്മൾ മാറ്റേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്യുന്നു. അവിടെ പോയിന്റർ കൊണ്ടുവച്ചിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതിനെ ഒറ്റ സിംഗിൾ ക്ലിക്ക് മതി. നെക്സ്റ്റ് വി വിൽ കീപ് ദ ലെഫ്റ്റ് മൗസ് ബട്ടൺ പ്രസ്ഡ് മൂവ് ദ ഐറ്റം ടു എ ന്യൂ പ്ലേസ്. എന്നിട്ട് ക്ലിക്ക് ചെയ്ത് വലിച്ചു കൊണ്ടുപോയിട്ട് നമുക്ക് എവിടെയാണോ പുതിയ സ്ഥലത്ത് കൊണ്ടുവെക്കേണ്ടത് വി വിൽ കീപ് ദ I think there. Able Matthew. ഓടിപ്പോയിട്ട് മുഖം കഴുകിട്ട് ഓടിപ്പോരെ. ഓടിക്കോ. നെക്സ്റ്റ് നമുക്ക് എവിടെയാണ് കൊണ്ടുവെക്കേണ്ടത് അവിടെ വെച്ചതിന് ശേഷം now release the mouse button. പിന്നെ മൗസിൽ നിന്ന് കൈ എടുക്കുക. അതുവരെ കൈ വിടരുത്. വിട്ടാൽ എന്ത് സംഭവിക്കും? തിരിച്ചു പോകും അങ്ങോട്ട്. നമ്മൾ എവിടെ മൗസ് ക്ലിക്ക് ചെയ്തിട്ട് വലിച്ചോണ്ട് വരുവാണ്. വലിക്കുന്ന നമുക്ക് പകുതി എത്തുമ്പോൾ വിട്ടാൽ എന്താ സംഭവിക്കുന്നേ? ചിലപ്പോ അത് അതിന്റെ പാസ്റ്റ് പൊസിഷനിലേക്ക് തിരിച്ചു പോകും. ചിലപ്പോ എവിടെ നിന്നാണോ വിട്ടത് അവിടെ ഇരിക്കും. വലിച്ച് ഞാനിപ്പോ ഒരു സൈഡിൽ നിന്ന് വലിച്ച് പകുതി എത്തുമ്പോഴത്തേനും അറിയാതെ മൗസിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് വിട്ടുപോയി, ക്ലിക്കായി പോയി. അപ്പൊ എന്ത് സംഭവിക്കും? ഞാൻ കൊണ്ടുവന്ന സാധനം പാതി വഴിയിലെത്തിക്കും. അതുകൊണ്ട് നമ്മൾ വിടാതെ കൊണ്ടുപോകണം. വലിച്ച് എവിടെയാണോ കൊണ്ടുവെക്കേണ്ടത് അവിടെ കൊണ്ടുവച്ചിട്ട് we have to release the button. ഓക്കെ. അപ്പോൾ പെൻസിൽ ഉണ്ടോ മക്കളുടെ കയ്യില്? മുക്താസിൻ is very happy today. Do everybody have pencil with you? Okay, നമുക്ക് അതിൽ കുറച്ച് എഴുതാൻ ടിക്ക് മാർക്ക് ഒക്കെ ഇടാനുണ്ട്. Page number 36, text yourself, tick the correct, tick mark the correct answers. Elders അടുത്തുണ്ടോ മക്കളെ? മമ്മിമാരോ ചേട്ടന്മാരോ ചേച്ചിമാരോ പപ്പമാരോ ആരെങ്കിലും ഒക്കെ അടുത്തുണ്ടോ ഹെൽപ്പ് ചെയ്യാൻ നിങ്ങളെ? ഓക്കെ. ഇല്ല ഷഹബറ, നമുക്ക് ശ്രദ്ധിക്കണം കേട്ടോ മുത്തേ. ആരും അടുത്തില്ലെങ്കിൽ വരച്ചോ അത്. ഷഹബറ അമ്മ എവിടെ മോളെ? ഷഹബറ കുട്ടി, where is Razin MTP? കാണുന്നില്ലല്ലോ Razin MTP. ഓക്കെ,
രണ്ട് സ്ക്രീനിലായതുകൊണ്ട് കണ്ടുപിടിച്ച് വരണമെങ്കിൽ ഇത്തിരി താമസമുണ്ട്. റസിൻ കുട്ടാ നമ്മുടെ സയാങ്കൂട്ടനാണത്. ഫേസ് ക്ലിയർ അല്ല, ഓപ്പോസിറ്റാ നിക്കുന്നത്. തിരിഞ്ഞു നിക്കുമ്പത്തേ ഫേസ് തിരിഞ്ഞു നിന്ന കുഞ്ഞ് ലൈറ്റിന്റെ ഓപ്പോസിറ്റാ കുഞ്ഞുള്ളത്. എവിടെ പോയോ? മൊത്തം പോയി. റസിൻകുട്ടാ ഇപ്പൊ കാണാം. മോനെ ഇവിടെ തന്നെയാണോ ഉള്ളത് ഇപ്പം? റസീൻ തട്ടുമ്മൽ എത്തിയോ? How is your baby? How is your baby? തായുണ്ട്. സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിട്ടിരിക്കുന്നോ ബേബി? സുഖം. അല്ല, ദാറ്റി ഫുള്ളും കരയിലാണ്. ടീച്ചർ എന്താ പറയുന്നുണ്ട് കേക്ക്? Okay. So take your pencil, first one. Take the correct answers. So while using a mouse, you should keep your index finger on the left or right mouse button. നമ്മുടെ മൗസ് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഇൻഡെക്സ് ഫിംഗർ, അതായത് ഈ വിരല്, ഇത് എവിടെയാണ് നമ്മൾ വെക്കേണ്ടത്? റൈറ്റിലാണോ ലെഫ്റ്റ് ആണോ? Left. So put a tick mark for left. L-E-F-T, left. ശകപറ കുഞ്ഞെ എഴുതുമുത്തേ ഒന്ന് ടിക്ക് മാർക്ക് ഇടുകരെ. Did everybody put a tick mark for left? Okay. Next, second question. The mouse pointer or mouse pad is a small arrow on the computer screen. Mouse pointer ആണോ അതെയോ mouse pad ആണോ small arrow ആയിട്ട് നമ്മുടെ സ്ക്രീനിൽ കാണുന്നത്? First one, mouse pointer. So put a tick mark for mouse pointer. Okay, so mouse pointer. Next, third one is when we double click on the mouse button, we hear one click sound or two click sound. Double click ചെയ്യുമ്പോൾ എത്ര സൗണ്ട് കേൾക്കുന്നത്? One sound ആണോ two sound ആണോ? Double click അടിക്കുമ്പോൾ Richard, answer me. Richard Sijo, when two. Okay, so click on two click sound. Put a tick mark on a two click sound. Two click, രണ്ട് ക്ലിക്ക് കേൾക്കുന്നു. ഫാത്തിമ കുട്ടി എഴുതിയ മുത്തേ ടിക്ക് മാർക്ക് ഇട്ടോ ആക്കരേ? ഇട്ടാ? ഞാനിപ്പോ ബുക്ക് നോക്കുവേ. അപ്പോഴാണ് ഇവിടെ ഒരു ചൂരിലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. വരും ഞാൻ അങ്ങോട്ട് വീട്ടില്. ഓക്കെ. ഷഹബറ, അയ്യോ കുഞ്ഞെവിടെ പോയി? ഷഹബറ എവിടെയുണ്ട്? ഷഹബറ, did you put a tick mark? ഇട്ടോ? ടിക്ക് മാർക്ക് ഇട്ടോ? Okay. Next, fourth one, when you move the mouse or keyboard, an arrow moves on the screen. നമ്മൾ കീബോർഡ് മാറ്റുമ്പോഴാണോ അതെയോ മൗസ് മാറ്റുമ്പോഴാണോ നമ്മുടെ ഒരു ആരോ മാർക്ക് വരുന്നത്? കീബോർഡ് എടുത്ത് മാറ്റുമ്പോഴാണോ മൗസ് മാറ്റുമ്പോഴാണോ സ്ക്രീനിൽ ആരോ മാർക്ക് വരുന്നത്?
കീബോർഡ് അല്ലേ? ഓക്കെ ആണോ? അല്ല, മൗസ്. സോ കറക്റ്റ് ആൻസർ ഈസ് മൗസ്. Put a tick mark for mouse. So please once again check your answers. എല്ലാവരും ഒന്നുകൂടെ ആൻസർ ചെക്ക് ചെയ്യുക. നിങ്ങൾ ഇട്ടേക്കുന്നത് കറക്റ്റ് ആൻസർ ആണോന്ന്. ഫസ്റ്റ് one's answer is left. L-E-F-T, left. Second one's answer is mouse pointer. തെറ്റിച്ചോ ബിയോണ? Okay, next third one's answer is to click. To. And fourth one's answer is mouse. Is all answers correct? Are all answers correct? All answer correct alle? Okay, good. Next. ഇനി ഒരു മൗസിന്റെ ചിത്രം തന്നിട്ടുണ്ട് അല്ലേ? അപ്പൊ ആ മൗസിന്റെ പാർട്ട് എഴുതാനാണ്. Right button. Monica was asked to label the parts of the mouse. She has labeled some of the parts incorrectly. Correct them. കണ്ടോ? ക്ലാസ് ശ്രദ്ധിക്കാഞ്ഞതുകൊണ്ട് ഈ കുഞ്ഞിന് മനസ്സിലായില്ല. ആർക്ക്? മോനിക്ക എന്ന് പറയുന്ന കുട്ടി. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായില്ലേ? നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞ കുഞ്ഞ് ടീച്ചർ പഠിപ്പിച്ച സമയത്ത് ക്ലാസ് ശ്രദ്ധിച്ചില്ല. അപ്പൊ അവർക്ക് മനസ്സിലായില്ല. അതുകൊണ്ട് ഈ മൗസിന്റെ ഭാഗങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് നിങ്ങളൊന്ന് എഴുതണം. ആ കുട്ടി തെറ്റിച്ചെഴുതിയത്. റൈറ്റ് ബട്ടൺ, സ്ക്രോൾ വീൽ, ലെഫ്റ്റ് ബട്ടൺ, മൗസ് വയർ എല്ലാം തെറ്റിച്ചെഴുതി വെച്ചേക്കുന്നേ. ഒന്ന് കറക്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇതിലേതാ മൗസ് വയർ? ഒരു വയർ ഇങ്ങനെ ഉണ്ട്, കാണുന്നുണ്ട് മേളിലല്ലേ? ഇതുപോലത്തെ ഒരു വയർ കാണുന്നില്ലേ? ഓക്കെ, അതിന്റെ നേരെ എന്തെഴുതണം? അവിടെ ഒരു കോളം തന്നിട്ടില്ലേ? ആ മൗസ് ബട്ടൺ എഴുതേണ്ട താഴെ ആ കുട്ടി എഴുതിയത് റൈറ്റ് ബട്ടൺ എഴുതിയേക്കുന്നത്. അപ്പൊ അവിടെ എന്തെഴുതണം? മൗസ് വയർ. സ്പെല്ലിംഗ് നോക്കി എഴുതണേ. മൗസ് വയർ. സൽമാന് മനസ്സിലായോ മോനെ? മനസ്സിലായോ? ഓക്കെ, എഴുത. ഈ വയർ തന്നിരിക്കുന്ന അതിന്റെ നേരെ മൗസ് വയർ എഴുതുക. റൈറ്റ് ബട്ടൺ എഴുതേണ്ട താഴെയുള്ള കോളത്തില്. ദേവാങ് എഴുതിയോ? ഇനി മൗസ് വയർ എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ താഴെ എന്താണ് എഴുതേണ്ടത്? അത് ശരിക്കും മൗസ് വയർ അല്ലായിരുന്നു. ആ കുഞ്ഞ് എഴുതിയാണ് മൗസ് വയർ എന്നുള്ളത്. അപ്പൊ രണ്ടാമത്തെ എന്താണ്? ലെഫ്റ്റ് ബട്ടൺ. LEFT, ലെഫ്റ്റ്. BUTTON, ലെഫ്റ്റ് ബട്ടൺ. മക്കളെ, നമ്മുടെ ടൈം തീരുകയാണ്. ഇപ്പൊ തീരും കേട്ടോ, വേഗം കട്ടായി പോവേ. നെക്സ്റ്റ് വണ്ണ് മേളിലുള്ളത് സ്ക്രോൾ വീൽ തന്നിട്ടുള്ളത് എന്താണ്? അത് സ്ക്രോൾ വീൽ തന്നെയാണ്. ആ കറുത്ത സാധനത്തെ വരച്ച് സ്ക്രോൾ വീൽ തന്നിട്ടുള്ളത് സ്ക്രോൾ വീൽ ആണ്. ഇനി താഴെ ഒരെണ്ണം തന്നിട്ടുണ്ട് ലെഫ്റ്റ് ബട്ടൺ എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ എന്ത് എഴുതണം? റൈറ്റ് ബട്ടൺ. ഓക്കെ, ഇപ്പൊ കട്ടാകും മക്കളെ. ബൈ ബൈ. കട്ടാകുമ്പോൾ കട്ടാകട്ടെ. ഓക്കെ, ബൈ. നല്ല മക്കളായിട്ടിരിക്കണേ. See you on next class. മിസ് ബാക്കിയുള്ളതിന്റെ ഒക്കെ ഫോട്ടോ എടുത്തിട്ട് തരാം കേട്ടോ. വാട്സപ്പിൽ ഇട്ട് തരാമേ. ഓക്കെ.